രാമാനന്ദ സാഗറിന്റെ രാമായണം മുതൽ ഇന്നിപ്പോൾ നമ്മൾ ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠ വരെ എത്തി നിൽക്കുകയാണ്. രാമാനന്ദ സാഗറിൽ രാമനായി അഭിനയിച്ച അരുൺ ഗോവിൽ, അതേപോലെ സീതയായി അഭിനയിച്ച ദീപിക ചിക്ലിയ, ഇവർ രണ്ടുപേരും ക്ഷണിക്കപ്പെട്ട അതിഥികളാണ്. രണ്ട് ആക്ടേഴ്സ് സീരിയലിൽ അഭിനയിച്ച ശ്രീരാമ മുന്നേറ്റം, രാമജന്മഭൂമി മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു രണ്ട് സീരിയലുകൾ, രാമായണവും മഹാഭാരതവും. 87 മുതൽ 88, 89 വരെ. അന്ന് രാജീവ് ഗാന്ധിയാണ് അതിന് അനുമതി നൽകുന്നത്. അതിലെ ഹനുമാനായിട്ടും ശ്രീരാമനായിട്ടും വേഷമിട്ട രണ്ട് കഥാപാത്രങ്ങൾ അലഹാബാദ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിന് പോയി. അതെ, അവിടെ നിന്നാണ് LK അദ്വാനിക്ക് രാമനായി വേഷമിട്ടയാളെ കോൺഗ്രസ് പ്രചരണത്തിന് കൊണ്ടുപോയാൽ രാമനെ തന്നെ എന്തുകൊണ്ട് പ്രചരണത്തിന് കൊണ്ടുപോയിക്കൂടാ എന്ന ചോദ്യം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് രഥയാത്ര ഉണ്ടാവുന്നത്. ആ രഥയാത്രയുടെ പൊളിറ്റിക്കലായിട്ടുള്ള കൾമിനേഷനാണ് ഇന്ന് നടക്കുന്ന അയോധ്യയിലെ പ്രാൺ പ്രതിഷ്ഠ. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നമുക്കറിയാവുന്നത് രാമാനന്ദ സാഗറിന്റെയും വാൽമീകിയുടെയും ഒക്കെ രാമായണമാണ്. പലതരം രാമായണങ്ങളുണ്ട്. 3000-ലധികം രാമായണങ്ങളെ കുറിച്ച് AK രാമാനുജൻ പറയുന്നുണ്ട്. ആ രാമന് ഇതേപോലെയുള്ള ഭാവങ്ങളൊന്നുമില്ല. വ്യത്യസ്ത തലങ്ങളിലുള്ള രാമനുണ്ട്. ഒരു രാമായണത്തിൽ രാവണന്റെ മകളാണ് സീത. മാത്രമല്ല, ശംഭൂകനെ വധിക്കുന്ന രാമൻ എന്നൊരു വലിയ പൊളിറ്റിക്കൽ ചോദ്യമാണല്ലോ. എന്തിനാണ് നിങ്ങൾ ശംഭൂകനെ കൊന്നത് എന്ന ചോദ്യത്തിന് രാമായണത്തിനോ മറുപടിയില്ല എന്നുള്ളതാണ്. അതല്ല ഞാൻ പറഞ്ഞു വന്നതല്ല, ആ ആംഗിളല്ല. നമ്മുടെ ഒരു ദേശീയ ടെലിവിഷനിൽ ഒരു മതവിഭാഗത്തിൻ്റെ ഇതിഹാസം അതിൻ്റെ ഏറ്റവും പ്രൈം സ്പോട്ട് കവരുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ നിന്ന് ഒരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യത്തിൽ നിന്ന് രാജ്യത്തെ വിഭജിക്കുന്ന, രാജ്യത്തെ രണ്ടായി കീറിമുറിക്കുന്ന, ചോരയൊലിപ്പിക്കുന്ന ഒരു പ്രക്ഷോഭമായും ഒരു വർഗീയ സംഘർഷമായും മാറുക. ഇതിപ്പോൾ ഒരു മതവിഭാഗത്തിൻ്റെ ദേവാലയം പൊളിച്ച് ഇടിച്ചു നിരത്തി വേറൊരു മതവിഭാഗത്തിൻ്റെ ദേവാലയം പൊക്കിക്കെട്ടുക, അതിന് സുപ്രീം കോടതിയുടെ തന്നെ അംഗീകാരം ലഭിക്കുക, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോയി പ്രാണപ്രതിഷ്ഠ നടത്തുക. നമുക്ക് രാജ്യം പോകുന്ന ഒരു പോക്ക് നോക്കിയേ. ഈ രാമായണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അന്ന് മഹാഭാരതവും രാമായണവും സംപ്രേഷണം ചെയ്ത ദൂരദർശൻ പിന്നീട് അതിനൊരു പ്രതിവിധി കൂടി കണ്ടെത്തി. ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ ഒരു സീരിയൽ സംപ്രേഷണം ചെയ്തു. ഷാപ്പസ് അത് ഖുൽന ഖോജ് എന്നോ മറ്റുമായിരുന്നു. മനോഹരമായിരുന്നു. പക്ഷേ രാമായണത്തിന്റെ 10 വ്യൂവേഴ്സ് പോലും അതിനുണ്ടായില്ല. മിർസ ഗാലിബുണ്ട്, മിർസ ഗാലിബിന്റെ സീരിയലുകൾ വന്നിട്ടുണ്ട്. ബാലൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതൊന്നും പൊളിറ്റിക്കലി എഫക്റ്റീവായി.